Good morning, children. Welcome to our English class. Do you remember our last class? We studied a poem in that class. What is the name of poem? Woman Work, written by Maya Angelou. Do you understand the poem? നിങ്ങൾക്കത് മനസ്സിലായോ ആ പോയം? അതിലെന്താ പറയുന്നത്? വർക്ക്സ് ഓഫ് വുമൺ, ഒരു വുമൻ്റെ ജോലികളാണ് പറയുന്നത് ഫസ്റ്റ് സ്റ്റാൻസയിൽ. സെക്കൻഡ് സ്റ്റാൻസയിൽ എന്താ പറയുന്നത്? അവർക്ക് റെസ്റ്റ് വേണം, അതുകൊണ്ട് ആരോടൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ആരോടൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നത്? റെയിൻ, സൺഷൈൻ, സ്നോഫ്ലേക്സ്, ഇവരോടൊക്കെ റിക്വസ്റ്റ് ചെയ്യാണ്. സ്റ്റോമിനോടൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നെ ഇവിടെ നിന്നൊന്ന് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട്. എന്നെ ഇവിടെ നിന്ന് ഈ ഭൂമിയിൽ നിന്നൊന്ന് കൊണ്ടുപോയിട്ട് എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്നാണ് റിക്വസ്റ്റ് ചെയ്യണത് അല്ലേ? നമുക്കൊന്നും കൂടി നോക്കാം പോയം. I have got the children to tend, the clothes to mend, the floor to mop, the food to shop, then the chicken to fry, the baby to dry. I got company to feed, the garden to weed. I have got shirts to press, the tots to dress, the can to be cut. I gotta clean up this hut, then see about the sick, and the cotton to pick. Shine on me, sunshine, rain on me, rain, fall softly dewdrops, and cool my brow again. Storm, blow me from here with your fiercest wind, let me float across the sky till I can rest again. Fall gently snowflakes, cover me with white, cold icy kisses, and let me rest tonight. Sun, rain, curving sky, mountain, oceans, leaf and stone, starshine, moon glow, you are all that I can call my own. Take page number 57 and 58. 57-ൽ എന്താ പറയുന്നത്? ഫസ്റ്റ് പാർട്ട് ഓഫ് പോയമാണ്. ഫസ്റ്റ് പാർട്ടിലെ വുമൻ്റെ വർക്ക്, ഡ്യൂട്ടീസാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് പറയുന്നത്? ടെൻഡ് ചിൽഡ്രൻ, മെൻഡ് ക്ലോത്ത്സ്, മോപ്പ് ഫ്ലോറ്, ഷോപ്പ് ഫുഡ് ഐറ്റംസ്, ചിക്കൻ ടു ഫ്രൈ, baby to dry, company to feed, garden to weed, shirts to press, tot to dress, can to be cut, can sugar cane, clean up this hut, see about the sick, and cotton to pick. എന്തൊക്കെ ജോലികളാണ്? കുട്ടികളെ നോക്കണം, ക്ലോത്ത്സ് മെൻഡ് ചെയ്യണം, കേടുപാടുകളൊക്കെ തീർക്കണം, മോപ്പ് ചെയ്യണം, എവിടെ? ഫ്ലോർ മോപ്പ് ചെയ്യണം, ഫുഡ് ഐറ്റംസ് ഷോപ്പിംഗ് ചെയ്യണം, അത് കുക്കിംഗ് ചെയ്യണം, ബേബി ടു ഡ്രൈ, ബേബീനെയൊക്കെ തോർത്തണം, കുളിപ്പിച്ച് തോർത്തണം, കമ്പനി ടു ഫീഡ് ചെയ്യുക, ഭക്ഷണം കഴിക്കുന്നവർക്ക് കമ്പനി കൊടുക്കണം, ഗാർഡൻ ടു വീഡ്, ഗാർഡനിലെ കള പറിക്കണം, ഷർട്ട്സ് ടു പ്രസ്, ഷർട്ടൊക്കെ അയൺ ചെയ്യണം, ടോട്ട്സ് ടു ഡ്രസ്, ടോട്ട് ഓൾഡ് യൂസേജ് ആണ്, ടോട്ട്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ ബേബി, ടോട്ട്സിനെയൊക്കെ ഡ്രസ്സ് ചെയ്യണം, ക്യാൻ ടു ബി കട്ട്, ക്യാൻ ഷുഗർ കെയിൻ, അത് കട്ട് ചെയ്യണം, ക്ലീൻ അപ്പ് ദിസ് ഹട്ട്, ഗോട്ട എന്ന് പറയുന്നത് ഹാവ് ഗോട്ട് ടു, ഹട്ടിനെയൊക്കെ ക്ലീൻ ചെയ്യണം, സീ അബൌട്ട് ദ സിക്ക് പീപ്പിളിനെ, സിക്കായിട്ടുള്ള വീട്ടിൽ കിടക്കുന്ന രോഗികളെയൊക്കെ നോക്കണം, കോട്ടൺ ടു പിക്ക്, കോട്ടൺ പരുത്തിയൊക്കെ പറിക്കണം. ഇത്രയും ഡ്യൂട്ടികളുണ്ട്. സെക്കൻഡ് പാർട്ടിൽ 4 സ്റ്റാൻസാസ് ആണുള്ളത്. ഷൈൻ ഓൺ മീ സൺഷൈൻ, rain on me rain, fall softly dewdrops, and cool my brow again. Storm, blow me from here with your fiercest wind, let me float across the sky till I can rest again. Fall gently snowflakes, cover me with white cold icy kisses, and let me rest tonight. Sun, rain, curving sky, mountain, oceans,
leaf and stone, starshine, moonglow, you are all that I can call my own. എന്താണ് പറയുന്നത്? ഷൈൻ ഓൺ മീ സൺഷൈൻ, സൺഷൈനോട് വെയിലിനോട് എൻ്റെ ദേഹത്തേക്ക് അടിക്കാൻ. റെയിൻ ഓൺ മീ റെയിൻ, മഴയോട് പെയ്തിറങ്ങാൻ. ഡ്യൂ ഡ്രോപ്സ് ഫോൾ സോഫ്റ്റ്ലി ഓൺ മൈ ബോഡിയും, ഡ്യൂ ഡ്രോപ്സിനോട് എൻ്റെ മേലേക്ക് എന്താണ് പൊഴിക്കാനാണ് പറയുന്നത്. കൂൾ മൈ ബ്രോ എഗെയിൻ, എൻ്റെ ശരീരത്തെ ഒന്ന് തണുപ്പിക്കാൻ. സ്റ്റോം ബ്ലോ മീ ഫ്രം ഹിയർ വിത്ത് യുവർ ഫിയേഴ്സസ് വിൻഡ്, സ്റ്റോമിനോട് ബ്ലോ ചെയ്യാൻ, എന്നെ ഇവിടെ നിന്ന് അടിച്ചു കൊണ്ടുപോകാൻ. വിത്ത് യുവർ ഫിയേഴ്സസ് വിൻഡ്. ലെറ്റ് മീ ഫ്ലോട്ട് അക്രോസ് ദ സ്കൈ ടിൽ ഐ ക്യാൻ റസ്റ്റ് എഗെയിൻ, എനിക്കൊന്ന് റസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ നിന്ന് എന്നെ ഒന്ന് കൊണ്ടുപോകാനാണ് പറയുന്നത്. ഫോൾ ജെന്റ്ലി സ്നോഫ്ലേക്സ് കവർ മീ വിത്ത് വൈറ്റ് കോൾഡ് ഐസി കിസ്സസ് ലെറ്റ് മീ റസ്റ്റ് ടു നൈറ്റ്. സ്നോഫ്ലേക്സിനോട് കവർ മീ വിത്ത് വൈറ്റ് കോൾഡ് ഐസി കിസ്സസ്, ആ തണുത്ത ചുംബനങ്ങൾ കൊണ്ട് എന്നെ ഒന്ന് മൂടാനാണ് പറയുന്നത്. ലെറ്റ് മീ റസ്റ്റ് ടു നൈറ്റ്, എനിക്കൊന്ന് റസ്റ്റ് എടുക്കണം. സൺ റെയിൻ കർവിങ് സ്കൈ മൗണ്ടൻ ഓഷ്യൻസ് ലീഫ് ആൻഡ് സ്റ്റോൺ സ്റ്റാർഷൈൻ മൂൺഗ്ലോ യു ആർ ഓൾ ദാറ്റ് ഐ ക്യാൻ കോൾ മൈ ഓൺ. നിങ്ങളെ മാത്രമാണ് എനിക്ക് എൻ്റെ സ്വന്തമായിട്ട് വിളിക്കാൻ പറ്റുള്ളൂ. ആരേനെ? സൺ റെയിൻ കർവിങ് സ്കൈ മൗണ്ടൻ ഓഷ്യൻസ് ലീഫ് ആൻഡ് സ്റ്റോൺ സ്റ്റാർഷൈൻ മൂൺഗ്ലോ. നിങ്ങളതിനൊക്കെ മാത്രമാണ് എനിക്ക് എൻ്റെ സ്വന്തമായിട്ട് എന്ന് പറയാൻ പാടില്ല. ഈ നേച്ചറിൽ ഈ തിങ്സ് മാത്രമാണ് വുമണിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണത്, വുമണിനൊരു ഹെൽപ്പായിട്ടുള്ളത്. അതുകൊണ്ട് ഇവരോട് ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത്. ആരോടൊക്കെ? സണ്ണ്, റെയിൻ, കർവിങ് സ്കൈ, മൗണ്ടെയിൻ, ഓഷ്യൻ, ലീഫ്, സ്റ്റോൺ, സ്റ്റാർഷൈൻ, മൂൺഗ്ലോ, ഇവരോടൊക്കെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്നാണ് ഈ വുമൺ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, all of you read this poem again. Read the poem. Finish. Take next page, page number 59. Page number 59. പേജിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. ഇപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻസേഴ്സ് ടീച്ചർ സെൻഡ് ചെയ്ത് തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ സ്പീക്കർ ഓഫ് ദി പോയം? ഹൂ ഈസ് ദ സ്പീക്കർ ഓഫ് ദി പോയം? ആൻസർ, woman is the speaker of the poem. Woman is the speaker of the poem. Second question, is the woman really happy to do her household chores? Mention the lines from the poem which support your answer. Is the woman really happy to do her household chores? Mention the lines from the poem which സപ്പോർട്ട് യുവർ ആൻസർ. ഈ വുമൺ യഥാർത്ഥത്തിൽ ഹാപ്പിയാണോ ഈ ഹൗസ് ഹോൾഡ് കോഴ്സ്, ഈ വീട്ടു ജോലികൾ ചെയ്യുന്നതിൽ നിന്ന്? മെൻഷൻ ദ ലൈൻസ് ഫ്രം ദ പോയം വിച്ച് സപ്പോർട്ട് യുവർ ആൻസർ. അത് ശരിയാണെച്ചാൽ, ഹാപ്പി ആണെച്ചാൽ അത് സപ്പോർട്ട് ചെയ്യണ ലൈൻസ് ഏതൊക്കെയാണ്, അത് സൂചിപ്പിക്കുന്ന ലൈൻസ് ഏതൊക്കെയാണ്? വുമൺ ഹാപ്പി ആണോ? ആണോ? അല്ല അല്ലേ? നോ, the woman is not happy about doing the household chores. The woman is not happy about doing the household chores. ഏത് ലൈനാ? Let me float across the sky till I can rest again. These lines shows that she was not happy. ഈ ലൈൻസ്
അവൾ ഹാപ്പി അല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ വുമൺ ആസ്ക് ദ സ്റ്റോം ടു ബ്ലോ ഹെർ ഫ്രം ദർ? വൈ ഡസ് ദ വുമൺ ആസ്ക് ദ സ്റ്റോം ടു ബ്ലോ ഹെർ ഫ്രം ദർ? എന്തുകൊണ്ടാണ് സ്റ്റോമിനോട് വുമൺ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം? ആൻസർ, ഷി ബാഡ്ലി നീഡ്സ് എ ബ്രേക്ക്. അവൾക്ക് ഒരു റെസ്റ്റ് വേണം, അതുകൊണ്ടാണ് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ ലൈൻസ് ഗിവൺ ബിലോ. ഫോൾ ജെന്റ്ലി സ്നോഫ്ലേക്സ്, കവർ മീ വിത്ത് വൈറ്റ് കോൾഡ് ഐസി കിസ്സസ് ആൻഡ് ലെറ്റ് മീ റെസ്റ്റ് ടു നൈറ്റ്. Here the woman seeks relief from her busy world of household chores. She requests the snowflakes to help her. Here, snowflakes is considered as her friend and a human being. Can you find out similar examples from the poem? Pick out the lines. Fall softly snowflakes, cover me with white cold icy kisses, let me rest tonight. Here woman seeks relief from her busy world of household chores. അവളുടെ ബിസി ആയിട്ടുള്ള ജോലികളിൽ നിന്നും ഒരു റിലീഫാണ് ആവശ്യപ്പെടുന്നത്. ഷീ റിക്വസ്റ്റ് ദ സ്നോഫ്ലേക്സ് ടു ഹെൽപ്പ് ഹെർ. ആ സ്നോഫ്ലേക്സിനോട് അവളെ സഹായിക്കാനാണ് പറയുന്നത്. ഹിയർ സ്നോഫ്ലേക്ക് ഈസ് കൺസിഡേർഡ് ആസ് ഹെർ ഫ്രണ്ട് ആൻഡ് എ ഹ്യൂമൻ ബീയിങ്. സ്നോഫ്ലേക്സിനെ ഇവിടെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യനായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. ക്യാൻ യു ഫൈൻഡ് ഔട്ട് സിമിലർ എക്സാമ്പിൾസ് ഫ്രം ദി പോയം? ഈ പോയത്തിൽ നിന്ന് ഇതേപോലുള്ള വേറെ എക്സാമ്പിൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഈ പോയത്തിൽ നിന്ന് ഇതേപോലെ മനുഷ്യനായിട്ട് ഓരോ വസ്തുക്കളെ ഇനി സങ്കല്പിക്കുന്നതിൻ്റെ എക്സാമ്പിൾസ് കണ്ടെത്താനാണ് പറയുന്നത്. ആ ലൈൻസ് എഴുതാനാണ് പറയുന്നത്. ഏതാ? നമുക്ക് ആ സ്റ്റോമിനോട് റിക്വസ്റ്റ് ചെയ്യേണ്ടത് ഏതാ അല്ലേ? സ്റ്റോം, ബ്ലോ മീ ഫ്രം ഹിയർ വിത്ത് യുവർ ഫിയേഴ്സസ് വിൻഡ്, ലെറ്റ് മീ ഫ്ലോട്ട് അക്രോസ് ദ സ്കൈ ടിൽ ഐ ക്യാൻ റെസ്റ്റ് എഗെയിൻ. ഈ ലൈൻസ് എഴുതാം. അല്ലെങ്കിൽ സൺ, റെയിൻ, കർവിങ് സ്കൈ, മൗണ്ടെയിൻ, ഓഷ്യൻ, ലീഫ് and stone, starshine, moon glow, you are all that I can call my own. ഈ ലൈനും എഴുതാം. ഇവിടെയും ഹ്യൂമൻ ബീയിങ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ആർ ഓൾ ദാറ്റ് ഐ ക്യാൻ കോൾ മൈ ഓൺ. വൈ ഡസ് ദ വുമൺ സേ സോ? വിച്ച് among the following is not a possible answer? യു ആർ ഓൾ ദാറ്റ് ഐ ക്യാൻ കോൾ മൈ ഓൺ. നിങ്ങളാണ് എൻ്റെ സ്വന്തം. വൈ ഡസ് ദ വുമൺ സേ സോ? എന്തുകൊണ്ടാണ് വുമൺ അങ്ങനെ പറഞ്ഞത്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പോസിബിൾ ആൻസർ. ഇതിൽ ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഉത്തരമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അല്ലാത്തത്. ഫസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് ഈസ് ഓൺലി നേച്ചർ ദാറ്റ് ഗീവ്സ് ഹെർ കമ്പനി ആൻഡ് റിഫ്രഷ് ഹെർ മൈൻഡ് ആൻഡ് ബോഡി. നേച്ചർ മാത്രമാണ് അവൾക്ക് കമ്പനി കൊടുക്കുന്നത്, റിഫ്രഷ് ഹെർ മൈൻഡ് ആൻഡ് ബോഡി, അവളുടെ മൈൻഡിനും ബോഡിനെയും റിഫ്രഷ് ചെയ്യുന്നത്. ഷീ ക്ലെയിംസ് ദാറ്റ് ദേ ഓൾവേസ് റിമൈൻ ബിസൈഡ് ഹെർ ആസ് എ ലൈഫ് ഗിവിങ് ഫ്രണ്ട്. ഇവരൊക്കെ ഒരു ലൈഫ് ഗിവിങ് ഫ്രണ്ടായിട്ട് അവൾക്കൊരു ജീവിതം കൊടുക്കുന്ന പോലെയുള്ള ഒരു ലൈഫ് ഗിവിങ് ഫ്രണ്ടായിട്ട് അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ നേച്ചറിലെ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഷി ഹാസ് നോ അതർ ട്രൂ കമ്പാനിയൻ ഇൻ ലൈഫ്. അവൾക്ക് വേറൊരു കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ സുഹൃത്ത്, വേറെ നല്ലൊരു സുഹൃത്തുക്കളില്ല. ലാസ്റ്റ് ഓപ്ഷൻ, നേച്ചർ ഈസ് ദ ഓൺലി എനിമി ദാറ്റ് ഷി ഹാസ് ഇൻ ഹെർ ലൈഫ്. നേച്ചറാണ് എൻ്റെ ഒരേ ഒരു ശത്രു എന്നാണ് പറയുന്നത്. ഇതിലേതായിരിക്കും ഈ ക്വസ്റ്റ്യന് ഉത്തരമല്ലാത്തത്? ലാസ്റ്റ് ഓപ്ഷൻ അല്ലേ? നേച്ചർ ഈസ് ദ ഓൺലി എനിമി ദാറ്റ് ഷി ഹാസ് ഇൻ ഹെർ ലൈഫ്. Okay, all of you read the poem. I told you write the difficult words in your notebook. ഇത് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എഴുതാത്തവരെ അത് എഴുതുക. ഇതിൻ്റെ ആൻസേഴ്സ് ടീച്ചർ സെൻഡ് ചെയ്യാം. അപ്പോൾ അതും എഴുതി വയ്ക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.